പാലക്കാട് വാണിയംകുളം സ്വദേശികളായ 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ല എന്ന് പരാതി. വാണിയംകുളം സ്വദേശിയായ 68-കാരൻ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വ്യാഴാഴ്ച രാവിലെ ഇവിടുന്ന് വണ്ടിക്ക് പോയതായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അത് ഞങ്ങളിവിടെ വന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും പോലീസുകാരിവിടെ വന്ന് വീട്ടിൽ നോക്കിയതനുസരിച്ച് വീട്ടിലാരെയും കണ്ടിട്ടില്ല. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു 3 പേരും കൂടെ വണ്ടിയിൽ പോയിരിക്കുന്നു അറിഞ്ഞത്. ഇവിടെ അടുത്തൊക്കെ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത് ബന്ധുവീട്ടിൽ കല്യാണം സംബന്ധിച്ച് പോയിരിക്കുകയാണെന്നാണ് അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കല്യാണമോ മറ്റു കാര്യങ്ങളൊന്നും ബന്ധുവീട്ടുകളിൽ ഇല്ല. എല്ലാവരുടെയും ഫോണും സ്വിച്ച് ഓഫാണ്. അതനുസരിച്ചാണ് ഞങ്ങളെല്ലാവരും ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നത്. 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പരാതി. ബന്ധുവീടുകളിൽ പോയി എന്നുള്ളത് ആദ്യം നാട്ടുകാരോടൊക്കെ പറഞ്ഞു. പക്ഷേ ബന്ധുവീടുകളിൽ അങ്ങനെ പോകേണ്ടതാണ്, കല്യാണമോ പരിപാടിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളത് അത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നതാണ്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇപ്പോൾ ഈ പരാതിയിൽ നാട്ടുകാർ നൽകിയിട്ടുള്ള പരാതിയാണ്. ആ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ കുടുംബത്തെ പറ്റി? ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷൊർണൂർ പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇവർ 3 പേരും ഒരു പിക്കപ്പ് വാഹനത്തിൽ പോകുന്നത് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇവർക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഇവർ എവിടെയെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുള്ളതായി പോലീസ് കണക്കാക്കുന്നു. ഇതനുസരിച്ചുള്ള CCTV കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ബന്ധുക്കളെയും മറ്റു കാര്യങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസമായി ഇവരെ കാണാനില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫാണ് 3 പേരുടെയും എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലായിട്ട് ആർക്കെങ്കിലും പണം തിരികെ നൽകാനോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഒരു പക്ഷേ സ്ഥലത്ത് തന്നെ സ്വയം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്താണെന്നുള്ളത് അവർ വ്യക്തമാക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ആണ് പോലീസ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരുപക്ഷെ മാറി നിൽക്കുന്നതാകാം. അതനുസരിച്ചുള്ള അന്വേഷണം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളോട് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്, എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നോ, ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നോ, അതല്ലെങ്കിൽ ഈ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പണം ശേഖരിക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിലെപ്പോഴും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ വീടിന് സമീപം തന്നെയാണ് അവസാനമുള്ളതും കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ മകൻ, അതായത് ഇയാള്, അതായത് ഗൃഹനാഥൻ 68 വയസ്സ് പ്രായമുള്ള ആളാണ്, അമ്മയും അവരുടെ ഭാര്യയും. ഇതിന്റെ മകൻ എത്ര പ്രായമുള്ള ആളാണ്? അദ്ദേഹത്തിന് ജോലിയുള്ള ആളാണ്? അദ്ദേഹത്തെ പറ്റിയൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് വിഷ്ണു എന്ന് പറയുന്ന 32 വയസ്സുകാരനാണ് മകൻ. ഇവർക്ക് സ്വന്തമായി ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. ഈ കുടുംബമാണ്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. ഇവർ ഒരു തങ്ങളുടെ പിക്കപ്പ് വാഹനത്തിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവർ ബിസിനസ് കുടുംബമാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർക്കുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ബിസിനസ് ആണ് അവര് അടിസ്ഥാനമായിട്ടുള്ള ജീവിതമാർഗം എന്ന് പറയുന്ന ബിസിനസ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും 4 ദിവസമായി 3 അംഗ കുടുംബത്തെ കാണാനില്ല. അച്ഛനും അമ്മയും വയോധികരാണ്, മകൻ യുവാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു.